ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ബാക്കി വന്ന ചോറ് കൊണ്ടുള്ളൊരു ചപ്പാത്തിയാണ്. അപ്പൊ ഏത് ചോറ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. വൈറ്റ് റൈസോ മട്ട റൈസോ ഏത് ചോറ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചപ്പാത്തി തയ്യാറാക്കാം. സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ കൈ വെച്ച് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മിക്സിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കണത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ റെസിപ്പി തന്നെയാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് ബാക്കി വന്ന ചോറ് കൊണ്ടുള്ള ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മട്ട റൈസിന് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് അരിയാണോ അല്ലെങ്കിൽ ഏത് ചോറാണോ ഉപയോഗിക്കണേന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ബസ്മതി റൈസോ വൈറ്റ് റൈസോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കണത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. 1 കപ്പ് ചോറ് എടുത്തപ്പോൾ ഞാൻ 1 കപ്പ് അളവിൽ തന്നെയാണ് ഗോതമ്പ് പൊടി ചേർക്കണത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പൾസ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ട് വന്നോളും. ആ ചോറിന്റെ നനവ് കൊണ്ട് തന്നെ ഈ ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ട് കുഴഞ്ഞു വന്നോളും. ഇതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ കണ്ട ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ കാണുമ്പോൾ ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ടായിരിക്കും ഇരിക്കുക കേട്ടോ. ഇപ്പൊ ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. തീരെ സ്റ്റിക്കി ആയിട്ടൊന്നും വരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഉണ്ടോ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മിക്സിയിൽ ഗോതമ്പ് പൊടിയും ചോറും കൂടി അടിച്ചെടുക്കുന്ന സമയത്ത് ചോറിൻ്റെ അളവ് ചിലപ്പോൾ വ്യത്യാസം ആയിട്ട് വരും കേട്ടോ. നമുക്ക് അടിച്ചെടുക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാനിതിൽ 1 കപ്പ് അളവിൽ ചോറ് ചേർത്തപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്തത്. ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചോറിനനുസരിച്ച് 1.5 കപ്പ് ചോറും 1 കപ്പ് ഗോതമ്പ് പൊടി അങ്ങനെ വ്യത്യാസം വരുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ചോറ് തന്നെ ചേർത്താൽ മതി. ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ സ്റ്റിക്കി അല്ലാതെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. നല്ല സോഫ്റ്റാണ്. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ ആ ഒരു രീതിയിലല്ല, അതിനേക്കാളും നല്ല സോഫ്റ്റാണ്. നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. കാര്യമായിട്ട് നമുക്ക് കുഴച്ചെടുക്കേണ്ടി വന്നിട്ടില്ല. അത് എണ്ണ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ എണ്ണ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. 5 വലിയ ഉരുളകളാണ് ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. 1 ഉരുള എടുക്കുക, ഗോതമ്പ് പൊടിയിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. ഇതിപ്പോൾ കണ്ടോ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ ഒരുപാട് കനം കുറച്ചിട്ടല്ലോ കേട്ടോ. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു തവ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പരത്തിയെടുത്ത ചപ്പാത്തി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ തവ. ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ എണ്ണ അല്ലെങ്കിൽ നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും സ്പ്രെഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ കണ്ടോ ചെറിയ ചെറിയ ബബിൾസൊക്കെ വരുന്നുണ്ട്. ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്, അതായത് സാധാരണ ചപ്പാത്തി പോലെ പൊങ്ങി വരാനുള്ളൊരു ബുദ്ധിമുട്ട് ഇതിൽ വരുന്നത്, നമ്മൾ ചോറ് അരച്ചെടുക്കുമ്പോഴേ അരഞ്ഞു വരാതെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കെടുക്കും. അതാണ് ഇതിലൊരു പ്രശ്നം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ചോറ് അരച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് അരഞ്ഞു വരും. അപ്പോൾ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്കി വന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കിയ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കണത് കറിയിലീസ് ചിക്കനും അതുപോലെ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. ഞാൻ കാണിക്കാം. കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. അധികം എഫേർട്ടൊന്നും നമ്മൾ എടുത്തിട്ടൊന്നുമില്ല കുഴച്ചെടുക്കാനോ ഒന്നും വേണ്ടിയിട്ട്. പക്ഷെ ഇതിങ്ങനെ ഇരുന്നാലും നല്ല സോഫ്റ്റാണ്. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറയാം. ആദ്യം തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നമ്മളിത് ചോറ് കൊണ്ട് ഉണ്ടാക്കിയ ചപ്പാത്തിയാന്ന് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. സാധാരണ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയ ചപ്പാത്തിയുടെ ഒരു ടേസ്റ്റ് തന്നെയാണുള്ളത്. പക്ഷേ സോഫ്റ്റ്നെസ് വ്യത്യാസമുണ്ട്. ടെക്സ്ചറിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. കുക്ക് ചെയ്തെടുക്കുന്നതിന് മുമ്പാണ് കൂടുതൽ ടെക്സ്ചറിൽ വ്യത്യാസം നമുക്ക് തോന്നുക. പിന്നെ ആ ഒരു സോഫ്റ്റ്നെസ് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ശരിക്കും അടിപൊളി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കാൻ മടി ഉള്ളവർക്ക് അല്ലെങ്കിൽ സമയമില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിൽ ചെയ്തെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ബാക്കി വന്ന ചോറ് കൊണ്ടുള്ള ചപ്പാത്തി തയ്യാറാക്കാം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ ഒരു വീഡിയോ
വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യാം. നമുക്കപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.